ഇന്നലെ 2026 ഫെബ്രുവരി 25 ബുധനാഴ്ച ക്യൂബൻ സമുദ്ര അതിർത്തിയിൽ അമേരിക്കൻ രജിസ്ട്രേഷനുള്ള ഒരു സ്പീഡ് ബോട്ടിലുണ്ടായ വെടിവെപ്പിൽ 4 പേർ കൊല്ലപ്പെടുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ക്യൂബയുടെ വടക്കൻ പ്രവിശ്യയായ വിൻസൻ ക്ലാരയിലെ കായോ ഫാൽക്കോണസിന് സമീപമാണ് ഈ ഏറ്റുമുട്ടൽ നടന്നത്. ഫ്ലോറിഡയിൽ രജിസ്റ്റർ ചെയ്ത ഒരു സ്പീഡ് ബോട്ട് ക്യൂബൻ ജലപരിധിയിൽ അതിക്രമിച്ചു കയറിയപ്പോൾ ക്യൂബൻ കോസ്റ്റ് ഗാർഡ് തടയാൻ ശ്രമിച്ചു. സ്പീഡ് ബോട്ടിലുണ്ടായിരുന്നവർ ആദ്യം വെടിവെച്ചതായും ഇതിൽ ഒരു ക്യൂബൻ കമാൻഡർക്ക് പരിക്കേറ്റതായും ക്യൂബൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. തുടർന്ന് ക്യൂബൻ സൈന്യം നടത്തിയ പ്രത്യാക്രമണത്തിലാണ് 4 പേർ കൊല്ലപ്പെട്ടത്. ബോട്ടിലുണ്ടായിരുന്ന 10 പേരും അമേരിക്കയിൽ താമസിക്കുന്ന ക്യൂബൻ പൗരന്മാരാണെന്നും ഇവർ അട്ടിമറി പ്രവർത്തനങ്ങൾക്കും ഭീകരവാദത്തിനുമായാണ് എത്തിയതെന്നും ക്യൂബ ആരോപിക്കുന്നു. ബോട്ടിൽ നിന്ന് റൈഫിളുകൾ, പിസ്റ്റളുകൾ, ബോംബുകൾ, സൈനിക വസ്ത്രങ്ങൾ എന്നിവ പിടിച്ചെടുത്തു. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചു. ഇത് അമേരിക്കൻ സർക്കാർ ആസൂത്രണം ചെയ്ത ഒരു നീക്കമല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ക്യൂബയുടെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങൾ മാത്രം വിശ്വസിക്കില്ലെന്നും അമേരിക്ക സ്വന്തമായി വസ്തുതകൾ ശേഖരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ട്രംപ് ഭരണകൂടം ക്യൂബയ്ക്ക് മേൽ ഉപരോധങ്ങൾ കടുപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നടന്ന ഈ സംഭവം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കാൻ സാധ്യതയുണ്ട്. ബ്രിട്ടീഷ് ബോക്സിംഗ് താരം ആന്റണി ജോഷ്വയ്ക്ക് നൈജീരിയയിലെ ലാഗോസിലുണ്ടായ വാഹനാപകടത്തിൽ കാലിനും കൈക്കും പരിക്കേറ്റിരുന്നു. അമിത വേഗതയിലും അശ്രദ്ധമായും വാഹനമോടിച്ചു എന്ന കുറ്റത്തിനാണ് ഡ്രൈവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരായ ഡ്രൈവർക്ക് കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. 2 പേർ കൊല്ലപ്പെട്ട ഈ അപകടം 2025 ഡിസംബറിലായിരുന്നു ലാഗോസിൽ വെച്ച് ഈ അപകടം നടന്നത്. ജോഷുവ സഞ്ചരിച്ചിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് മറ്റൊരു വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു. അമിത വേഗതയിലും അശ്രദ്ധമായി വാഹനമോടിച്ചു എന്ന കുറ്റത്തിനാണ് ഡ്രൈവർക്കെതിരെ കേസെടുത്തിരുന്നത്. കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരായ ഡ്രൈവർക്ക് കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് പെറുവിലുടനീളം ഉണ്ടായ പ്രളയക്കെടുതിയെ തുടർന്ന് രാജ്യം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പെറുവിലെ 24 പ്രവിശ്യകളിൽ 17ലും അതിശക്തമായ പ്രളയവും മണ്ണിടിച്ചിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തലസ്ഥാനമായ ലിമ ഉൾപ്പെടെയുള്ള നഗരങ്ങൾ വെള്ളത്തിനടിയിലാണ്. സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായതോടെ പെറു പ്രസിഡന്റ് രാജ്യത്തുടനീളം 60 ദിവസത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. സൈന്യത്തെ രക്ഷാപ്രവർത്തനത്തിനായി വിന്യസിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് വീടുകൾ തകരുകയും 10,000-കണക്കിന് ആളുകൾ ഭവനരഹിതരാകുകയും ചെയ്തു. പ്രളയത്തിലും മണ്ണിടിച്ചിലിലും പെട്ട് ഇതുവരെ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. പ്രധാന ഹൈവേകൾ തകരുകയും പാലങ്ങൾ ഒലിച്ചു പോകുകയും ചെയ്തതോടെ പല ഗ്രാമങ്ങളും ഒറ്റപ്പെട്ട നിലയിലാണ്. കുടിവെള്ള വിതരണവും വൈദ്യുതി ബന്ധവും പലയിടങ്ങളിലും തടസ്സപ്പെട്ടു. പസഫിക് സമുദ്രത്തിലെ താപനിലയിലുണ്ടായ മാറ്റങ്ങൾ എൽ നിനോ പ്രതിഭാസം കാരണമാണ് പെറുവിൽ ഇത്തരത്തിലുള്ള ഒരു അസാധാരണമാംവിധം കനത്ത മഴ ലഭിച്ചത്. കാലാവസ്ഥാ വ്യതിയാനം ഇതിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു. അന്താരാഷ്ട്ര ഏജൻസികളോടും അയൽ രാജ്യങ്ങളോടും പെറു അടിയന്തര സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഭക്ഷണവും മരുന്നും എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. സിംബാബ്വെ തങ്ങളുടെ രാജ്യത്തെ എല്ലാ അസംസ്കൃത ധാതുക്കളുടെയും കയറ്റുമതി നിരോധിച്ചു. വരും ഭാവിയിൽ നിർണായകമായേക്കാവുന്ന ക്രിറ്റിക്കൽ മിനറൽസിന്റെ കയറ്റുമതിയും ഇതോടെ മരവിപ്പിച്ചിരിക്കുകയാണ്. ലിഥിയം, പ്ലാറ്റിനം, സ്വർണം തുടങ്ങിയ അസംസ്കൃത രൂപത്തിലുള്ള ധാതുക്കൾ ഇനി മുതൽ സിംബാബ്വേക്ക് പുറത്തേക്ക് കയറ്റി അയക്കാൻ സാധിക്കില്ല. ധാതുക്കൾ അസംസ്കൃതമായി വിൽക്കുന്നതിന് പകരം രാജ്യത്തിനുള്ളിൽ തന്നെ അവ സംസ്കരിക്കാനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനും സിംബാബ്വെ ലക്ഷ്യമിടുന്നു. ഇതിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങളും വരുമാനവും സൃഷ്ടിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററികൾ നിർമ്മിക്കാൻ ആവശ്യമായ ലിഥിയത്തിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ നിക്ഷേപങ്ങളിലൊന്ന് സിംബാബ്വേയിലാണ്. ഇതിന്റെ കയറ്റുമതി നിയന്ത്രിക്കുന്നത് ആഗോള ഇലക്ട്രിക് വാഹന വിപണിയെ ബാധിച്ചേക്കാം. ചൈനയുൾപ്പെടെയുള്ള പല രാജ്യങ്ങളും സിംബാബ്വേയിൽ നിന്ന് ധാതുക്കൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഈ നിരോധനം ആഗോള വിതരണ ശൃംഖലയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ധാതു സമ്പത്ത് വിദേശ രാജ്യങ്ങൾ ചെറിയ വിലയ്ക്ക് കൊണ്ടുപോകുന്നത് തടയാനും രാജ്യത്തെ വ്യവസായവൽക്കരിക്കാനുമുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളുടെ പുതിയ നയത്തിന്റെ ഭാഗമായാണ് സിംബാബ്വെ ഈ കടുത്ത തീരുമാനം എടുത്തത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള അതീവ നിർണായകമായ 3ാം ഘട്ട പരോക്ഷ ആണവ ചർച്ചകൾ സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ ഇന്ന് ആരംഭിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ട് സംസാരിക്കില്ല. ഒമാന്റെ മധ്യസ്ഥതയിലാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. അമേരിക്കൻ പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്നറും ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ അൽ ബുസൈദിയുമായി
കൂടിക്കാഴ്ച നടത്തി. പുതിയ പരിഹാരങ്ങളോട് അമേരിക്കൻ പ്രതിനിധികൾ തുറന്ന സമീപനം കാണിച്ചതായി ഒമാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. നയതന്ത്രപരമായ നീക്കങ്ങൾക്കാണ് ട്രംപ് മുൻഗണന നൽകുന്നതെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി. ചർച്ചകൾക്ക് മുന്നോടിയായി ഇറാൻ ഒരു ഡ്രാഫ്റ്റ് പ്രപ്പോസൽ ഒമാന് സമർപ്പിച്ചു. ചർച്ചകൾ പരാജയപ്പെട്ടാൽ അത് ഭയാനകമായ യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അറാഗ്ചി മുന്നറിയിപ്പ് നൽകി. ഈ യുദ്ധത്തിൽ ആരും വിജയിക്കില്ല, ഇത് വിനാശകരമായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചുവരുന്ന യുദ്ധഭീതിയുടെ പശ്ചാത്തലത്തിൽ ഇറാൻ തങ്ങളുടെ എണ്ണ കയറ്റുമതി അതീവ വേഗത്തിലാക്കിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അമേരിക്കൻ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടാണ് ഈ നീക്കമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. ഫെബ്രുവരി 15 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിൽ ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ഐലൻഡിൽ നിന്ന് ഏകദേശം 20.1 ദശലക്ഷം ബാരൽ എണ്ണയാണ് ടാങ്കറുകളിൽ നിറച്ചത്. ഇത് ജനുവരി മാസത്തെ അപേക്ഷിച്ച് 3 ഇരട്ടി കൂടുതലാണ്. അമേരിക്കൻ സൈന്യം മേഖലയിൽ വൻതോതിൽ വിന്യസിക്കപ്പെടുന്നതിനിടെയാണ് ഇറാന്റെ ഈ നീക്കം. മുൻകാലങ്ങളിലും അമേരിക്കൻ വ്യോമാക്രമണത്തിന് തൊട്ടുമുൻപ് ഇറാൻ ഇതേ രീതിയിൽ എണ്ണ സംഭരണികൾ കാലിയാക്കി ടാങ്കറുകളിലേക്ക് മാറ്റിയിരുന്നു. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന തൂണായ എണ്ണ ഉൽപാദനത്തെ ബാധിക്കുന്ന തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അതിനു മുൻപ് തന്നെ പരമാവധി എണ്ണ വിദേശത്തേക്ക് കയറ്റി അയക്കാനാണ് ടെഹ്റാൻ ശ്രമിക്കുന്നത്. തായ്വാനിൽ നിന്ന് വെറും 110 കിലോമീറ്റർ മാത്രം അകലെയുള്ള ജപ്പാന്റെ ഏറ്റവും പടിഞ്ഞാറൻ ദ്വീപായ യോനാഗുനിയിൽ അത്യാധുനിക മിസൈൽ സംവിധാനങ്ങൾ വിന്യസിക്കാനുള്ള പദ്ധതി ജപ്പാൻ സ്ഥിരീകരിച്ചു. 2031 മാർച്ചോടെ യോനാഗുനി ദ്വീപിൽ സർഫസ് ടു എയർ, അതായത് കരയിൽ നിന്ന് വിമാനങ്ങളെ തകർക്കുന്ന മിസൈലുകൾ സ്ഥാപിക്കുമെന്ന് ജപ്പാൻ പ്രതിരോധ മന്ത്രി ഷിൻജിറോ കൊയ്സുമി പ്രഖ്യാപിച്ചു. വിമാനങ്ങളെയും ബാലിസ്റ്റിക് മിസൈലുകളെയും തകർക്കാൻ ശേഷിയുള്ള ടൈപ്പ് 3 മിസൈലുകളാണ് ഇവിടെ സ്ഥാപിക്കുന്നത്. ഒരേ സമയം 100 ലക്ഷ്യങ്ങളെ നിരീക്ഷിക്കാൻ ഇതിന് സാധിക്കും. ശത്രുക്കളുടെ റഡാറുകളും വാർത്താവിനിമയ സംവിധാനങ്ങളും തടസ്സപ്പെടുത്തുന്നതിനുള്ള ഇലക്ട്രോണിക് വാർഫെയർ യൂണിറ്റും 2026 ഏപ്രിലോടെ ദ്വീപിൽ സജ്ജമാക്കും. ഈ സൈനിക വിന്യാസത്തെക്കുറിച്ച് വിശദീകരിക്കാൻ ദ്വീപിലെ 1500 താമസക്കാർക്കായി 2026 മാർച്ച് 2 പ്രതിരോധ മന്ത്രാലയം പ്രത്യേക യോഗം വിളിച്ചിട്ടുണ്ട്. തായ്വാൻ കടലിടുക്കിൽ ചൈനയുമായി യുദ്ധമുണ്ടായാൽ അതിനെ നേരിടാനുള്ള ജപ്പാന്റെ മുൻനിര പ്രതിരോധ കോട്ടയായാണ് യോനാഗുനി കണക്കാക്കപ്പെടുന്നത്. ജപ്പാന്റെ ഈ നീക്കം മേഖലയിൽ മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിക്കാനാണെന്ന് ചൈന കുറ്റപ്പെടുത്തി. എപ്സ്റ്റീന്റെ ലൈംഗിക അതിക്രമ കേസുകളുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് പേജുകൾ വരുന്ന അതീവ രഹസ്യ രേഖകൾ പൂർണ്ണമായും പുറത്തുവിടാൻ ട്രംപ് വിമുഖത കാണിക്കുന്നുവെന്ന് ഡെമോക്രാറ്റുകൾ ആരോപിക്കുന്നു. ഇതിൽ പല പ്രമുഖരുടെയും പേരുകൾ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. തനിക്ക് താൽപ്പര്യമില്ലാത്ത രാഷ്ട്രീയ എതിരാളികളുടെ പേരുകൾ മാത്രം പുറത്തുവിടുകയും തന്റെ സുഹൃത്തുക്കളുടെയോ സ്വന്തം പേരോ ഉള്ള ഭാഗങ്ങൾ സെൻസർ ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് ട്രംപിനെതിരെയുള്ള ആരോപണം. എപ്സ്റ്റീൻ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റാനും അന്വേഷണം മന്ദഗതിയിലാക്കാനും വൈറ്റ് ഹൗസ് ശ്രമിക്കുന്നുവെന്ന് സെനറ്റർമാരായ ചക്ക് ഷുമറും എലിസബത്ത് വാറനും കുറ്റപ്പെടുത്തി. ട്രംപിന്റെ നിലപാട് താൻ അധികാരത്തിൽ വന്നാൽ എപ്സ്റ്റീൻ ഫയലുകൾ പൂർണ്ണമായും പുറത്തുവിടുമെന്ന് തിരഞ്ഞെടുപ്പ് കാലത്ത് ട്രംപ് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ദേശീയ സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ചില ഭാഗങ്ങൾ മറച്ചുവെക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന് പ്രതിപക്ഷം പറയുന്നു. ഇതൊരു രാഷ്ട്രീയ വേട്ടയാടൽ മാത്രമാണെന്നും തനിക്ക് ഭയപ്പെടാനൊന്നുമില്ലെന്നുമാണ് ട്രംപിന്റെ ഔദ്യോഗിക പ്രതികരണം. കനേഡിയൻ പ്രൈം മിനിസ്റ്റർ മാർക്ക് കാർണി തന്റെ ആദ്യ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലേക്ക് തിരിക്കും. മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ കാലത്ത് വഷളായ ഉഭയകക്ഷി ബന്ധം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സന്ദർശനം. കനേഡിയൻ മണ്ണിൽ നടന്ന അക്രമാസക്തമായ കുറ്റകൃത്യങ്ങളിലോ വിദേശ ഇടപെടലുകളിലോ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന് കരുതുന്നില്ലെന്ന് കാനഡ ഗവൺമെന്റ് ഔദ്യോഗികമായി വ്യക്തമാക്കി. 2023 ഹർദീപ് സിംഗ് നിജർ വധക്കേസുമായി ബന്ധപ്പെട്ട് മുൻ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോ ഉയർത്തിയ ആരോപണങ്ങളിൽ നിന്നുള്ള വലിയൊരു ചുവടുമാറ്റമാണിത്. മാർക്ക് കാർണി 2026 ഫെബ്രുവരി 27 മുതൽ മാർച്ച് 2 വരെ ഇന്ത്യ സന്ദർശിക്കും. മുംബൈയിൽ സന്ദർശനം ആരംഭിക്കുന്ന അദ്ദേഹം തുടർന്ന് ന്യൂഡൽഹിയിൽ വെച്ച് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുമായി ചർച്ചകൾ നടത്തും. ഫെബ്രുവരി 27 വെള്ളിയാഴ്ച അദ്ദേഹം മുംബൈയിൽ എത്തും. ആദ്യ 2 ദിവസങ്ങളിൽ മുംബൈയിലെ പ്രമുഖ ബിസിനസ് നേതാക്കളുമായും സിഇഒമാരുമായും
അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. മാർച്ച് 1-ന് ന്യൂഡൽഹിയിലെത്തുന്ന അദ്ദേഹം മാർച്ച് 2-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഹൈദരാബാദ് ഹൗസിൽ വെച്ച് നിർണായക ചർച്ചകൾ നടത്തും. തടസ്സപ്പെട്ടു കിടന്നിരുന്ന സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ സംബന്ധിച്ച ചർച്ചകൾ ഇരു രാജ്യങ്ങളും വീണ്ടും ആരംഭിച്ചു. 2030 ഉഭയകക്ഷി വ്യാപാരം $70 ബില്യൺ ഇരട്ടിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഊർജം, പ്രത്യേകിച്ച് യുറേനിയം, ധാതുക്കൾ, ആണവ സഹകരണം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പ്രതിരോധം എന്നീ മേഖലകളിൽ പുതിയ കരാറുകൾ ഈ സന്ദർശന വേളയിൽ ഒപ്പിടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അമേരിക്കയുടെ പുതിയ നികുതി നയങ്ങളിൽ നിന്നുള്ള ആഘാതം കുറയ്ക്കാനും വ്യാപാരം വൈവിധ്യവൽക്കരിക്കാനും ഉള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇന്ത്യയുമായുള്ള ഈ ബന്ധം അത്യാവശ്യമാണെന്ന് കാനഡയുടെ ഭരണകൂടം വിശ്വസിക്കുന്നു. കഴിഞ്ഞ 2 വർഷമായി നിലനിന്നിരുന്ന നയതന്ത്ര തർക്കങ്ങൾ അവസാനിപ്പിച്ച് ബന്ധം പഴയപടിയാക്കാൻ ഇരു രാജ്യങ്ങളും ആഗ്രഹിക്കുന്നു. ഇൻഡോ പസഫിക് പര്യടനത്തിന്റെ ഭാഗമായി ഇന്ത്യക്ക് ശേഷം അദ്ദേഹം ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളും സന്ദർശിക്കും. നരേന്ദ്രമോദി ഇൻസ്റ്റഗ്രാമിൽ 100 ദശലക്ഷം ഫോളോവേഴ്സിനെ മറികടക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നേതാവായി മാറി. ലോകമെമ്പാടുമുള്ള സജീവ രാഷ്ട്രീയ നേതാക്കളിൽ ഇൻസ്റ്റഗ്രാമിൽ 100 ദശലക്ഷം ഫോളോവേഴ്സ് ലഭിക്കുന്ന ഏക വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇൻസ്റ്റഗ്രാമിന് പുറമെ എക്സ്, യൂട്യൂബ് എന്നിവയിലും അദ്ദേഹം ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം. എക്സിൽ അദ്ദേഹത്തിന് 100 ദശലക്ഷത്തിലധികം ഫോളോവേഴ്സ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, ബറാക് ഒബാമ തുടങ്ങിയ പ്രമുഖ നേതാക്കളെക്കാൾ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിന്റെ എണ്ണത്തിൽ മോദി ഏറെ മുന്നിലാണ്. യുവാക്കളുമായുള്ള അദ്ദേഹത്തിന്റെ ആശയവിനിമയം, ഔദ്യോഗിക പരിപാടികളുടെയും വ്യക്തിപരമായ നിമിഷങ്ങളുടെയും ചിത്രങ്ങൾ പതിവായി പങ്കുവയ്ക്കുന്നതും ഈ വലിയ ജനപ്രീതിക്ക് കാരണമായി വിലയിരുത്തപ്പെടുന്നു. നരേന്ദ്രമോദി ഇസ്രായേൽ പാർലമെന്റായ കെനസെറ്റിനെ അഭിസംബോധന ചെയ്തു. ഇസ്രായേൽ പാർലമെന്റിൽ സംസാരിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ അദ്ദേഹത്തിന് സാധിച്ചു. UPI ഇടപാടുകൾ ഇസ്രായേലിൽ നടപ്പിലാക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇസ്രായേൽ പാർലമെന്റിന്റെ പരമോന്നത ബഹുമതിയായ മെഡൽ ഓഫ് ദി കെനസെറ്റ് ലഭിച്ചു. ഇസ്രായേൽ പാർലമെന്റായ കെനസെറ്റിനെ അഭിസംബോധന ചെയ്ത ശേഷം സ്പീക്കർ അമീർ ഒഹാനയാണ് ഈ ബഹുമതി അദ്ദേഹത്തിന് സമ്മാനിച്ചത്. ഇസ്രായേൽ പാർലമെന്റ് നൽകുന്ന ഈ വിശിഷ്ട ബഹുമതി ലഭിക്കുന്ന ആദ്യ ലോക നേതാവാണ് നരേന്ദ്രമോദി. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹം നൽകിയ അസാധാരണമായ നേതൃത്വത്തിനുള്ള അംഗീകാരമായാണ് ഈ മെഡൽ നൽകിയത്. ബഹുമതി ലഭിച്ച ശേഷം ഇത് 140 കോടി ഇന്ത്യൻ ജനതയ്ക്ക് സമർപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉറ്റ സൗഹൃദത്തിന്റെ തെളിവാണ് ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UN മനുഷ്യാവകാശ കൗൺസിലിന്റെ 61ാമത് സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി അനുപമ സിംഗ് പാകിസ്ഥാനെതിരെ നടത്തിയ പ്രസ്താവനകൾ ഇവയാണ്. പാകിസ്ഥാൻ ഭീകരവാദത്തിന്റെ ആഗോള കേന്ദ്രമാണെന്നും സ്വന്തം ജനങ്ങൾക്ക് ഗോതമ്പും ഇന്ധനവും നൽകാൻ പോലും കഴിയാത്ത ഒരു പരാജയപ്പെട്ട രാജ്യമാണ് ഇതെന്നും ഇന്ത്യ പറഞ്ഞു. പാകിസ്ഥാനിലെ ക്രിസ്ത്യൻ, ഹിന്ദു വിഭാഗങ്ങൾ നേരിടുന്ന ആസൂത്രിതമായ പീഡനങ്ങളെക്കുറിച്ചും നിർബന്ധിത മതപരിവർത്തനങ്ങളെക്കുറിച്ചും ഇന്ത്യ ലോകശ്രദ്ധയിൽ കൊണ്ടുവന്നു. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് ശേഷം ജമ്മു കാശ്മീരിൽ വിനോദസഞ്ചാര മേഖലയിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും ഉണ്ടായ വൻ കുതിച്ചുചാട്ടം പാകിസ്ഥാൻ ഭയപ്പെടുന്നുവെന്ന് ഇന്ത്യ പറഞ്ഞു. പാകിസ്ഥാൻ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന കശ്മീർ ഭാഗങ്ങൾ എത്രയും വേഗം ഒഴിഞ്ഞു തരണമെന്നും അവിടുത്തെ ജനങ്ങൾ കടുത്ത വിലക്കയറ്റത്തിനും അവകാശ ലംഘനങ്ങൾക്കുമെതിരെ പാകിസ്ഥാനോട് പോരാടുകയാണെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടി. രാജ്യം കടുത്ത കടക്കണിയിൽ ഉഴലുമ്പോഴും നുണപ്രചാരണങ്ങൾക്കായി പണം ചെലവഴിക്കുന്ന പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പിനെ ഇന്ത്യ വിമർശിച്ചു. NCERT പാഠപുസ്തകത്തിലെ വിവാദ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നടത്തിയ ഇടപെടലും നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രതികരണവും ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ്. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിൽ നീതിന്യായ വ്യവസ്ഥയിലെ അഴിമതി എന്ന തലക്കെട്ടിൽ ഉൾപ്പെടുത്തിയ ഭാഗമാണ് വിവാദമായത്. ഇന്ത്യൻ കോടതികളിൽ വ്യാപകമായ അഴിമതിയുണ്ടെന്നും ഇത് സാധാരണക്കാർക്ക് നീതി ലഭിക്കുന്നത് തടയുന്നുവെന്നും അർത്ഥം വരുന്ന പരാമർശങ്ങളാണ് പുസ്തകത്തിൽ ഉണ്ടായിരുന്നത്. ഈ പാഠപുസ്തകം വിതരണം ചെയ്യുന്നത് ഉടൻ നിർത്താൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. രാജ്യത്തെ പരമോന്നത നീതിന്യായ പീഠത്തെ ബോധപൂർവം അപകീർത്തിപ്പെടുത്താനുള്ള നീക്കമാണിതെന്ന് കോടതി നിരീക്ഷിച്ചു. കുട്ടികളുടെ മനസ്സിൽ കോടതികളോട് അവമതിപ്പ് ഉണ്ടാക്കാൻ ഇത് കാരണമാകുമെന്ന് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട
ബെഞ്ച് വ്യക്തമാക്കി. ഇത്തരം ഭാഗങ്ങൾ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ കോടതി നിർദ്ദേശിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഈ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ചു. പാഠപുസ്തകത്തിൽ ഇത്തരം ഭാഗങ്ങൾ വന്നത് ഗൗരവകരമായ തെറ്റാണെന്ന് അദ്ദേഹം സമ്മതിച്ചു. നരേന്ദ്രമോദി സർക്കാർ നീതിന്യായ വ്യവസ്ഥയെ അത്യധികം ബഹുമാനിക്കുന്നുണ്ടെന്നും ഈ വിവാദ ഭാഗങ്ങൾ സർക്കാരിന്റെ ഔദ്യോഗിക നയമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിവാദമായ ഭാഗങ്ങൾ നീക്കം ചെയ്യാനും പുതിയ പുസ്തകങ്ങൾ അച്ചടിക്കാനും NCERTക്ക് സർക്കാർ നിർദ്ദേശം നൽകി. വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണമോ രാഷ്ട്രീയവൽക്കരണമോ അല്ല, മറിച്ച് വസ്തുതകൾ പഠിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് BJP വക്താക്കൾ വ്യക്തമാക്കി. എന്നാൽ സിലബസ് പരിഷ്കരണത്തിന്റെ പേരിൽ ചരിത്രവും വസ്തുതകളും വളച്ചൊടിക്കുന്നു എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ രംഗത്തെത്തി. ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഇതെന്നും സിലബസ് തയ്യാറാക്കുന്നതിൽ വലിയ വീഴ്ച സംഭവിച്ചുവെന്നും അവർ ആരോപിക്കുന്നു. തെലുങ്ക് സിനിമാ താരങ്ങളായ വിജയ് ദേവരകൊണ്ടയും രശ്മിക മന്ദാനയും വിവാഹിതരായി. രാജസ്ഥാനിലെ ഉദയ്പൂരിൽ വെച്ച് നടന്ന അതീവ രഹസ്യമായ ചടങ്ങിലായിരുന്നു വിവാഹം. ഉദയ്പൂരിലെ പ്രശസ്തമായ താജ് ആരവല്ലി റിസോർട്ട് ആൻഡ് സ്പാ ആയിരുന്നു വിവാഹവേദി. അടുത്ത ബന്ധുക്കളും തെലുങ്ക്, കന്നഡ സിനിമകളിലെ അടുത്ത സുഹൃത്തുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. പ്രശസ്ത ഡിസൈനർ സബ്യസാചി മുഖർജി ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങളാണ് ഇരുവരും ധരിച്ചത്. നാളെ റിലീസ് ചെയ്യാനിരുന്ന ദി കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് എന്ന സിനിമയുടെ പ്രദർശനം കേരള ഹൈക്കോടതി ഇടക്കാലത്തേക്ക് തടഞ്ഞു. സെൻസർ ബോർഡ് സിനിമയ്ക്ക് അനുമതി നൽകിയത് കൃത്യമായ പരിശോധനകൾ നടത്താതെയാണെന്ന് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് നിരീക്ഷിച്ചു. സിനിമയിലെ ചില ഭാഗങ്ങൾ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും വർഗീയ സൗഹാർദ്ദം തകർക്കാനും ഇടയാക്കുമെന്ന് കോടതി വിലയിരുത്തി. 2 ആഴ്ചയ്ക്കകം സിനിമ വീണ്ടും പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ സെൻസർ ബോർഡിനോട് കോടതി നിർദ്ദേശിച്ചു. കഴിഞ്ഞ ദിവസം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കഴുത്തിന് വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ഹോസ്പിറ്റൽ ICUവിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് CPM KSU നേതാക്കൾ ആക്രമിച്ചതുകൊണ്ട് പരിക്കേറ്റതാണെന്നും പരിക്കേറ്റതുകൊണ്ടാണ് നെക്ക് പെയിൻ ഉണ്ടായതെന്നുമാണ് അവർ ആരോപിച്ചിരുന്നത്. എന്നാൽ കോൺഗ്രസ് ഇതിനെ നിഷേധിച്ചു, ഈ ആരോപണം നിഷേധിച്ചു. അവർ അത്തരത്തിൽ ഉള്ള ഒരു ആക്രമണം നടന്നിട്ടില്ലെന്നും മന്ത്രിയുടെ ദേഹത്ത് സ്പർശിക്കുകയോ അവരെ ഒരു തരത്തിലും ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്തിട്ടില്ല എന്നും കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഒരു ദൃശ്യങ്ങളിലും മന്ത്രിയെ KSU പ്രവർത്തകർ ആക്രമിക്കുന്നതായി കാണുന്നില്ല. അതിനാൽ ആരെങ്കിലും ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ നൽകുകയാണെങ്കിൽ അതിന് സമ്മാനങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഓഫർ ചെയ്തിട്ടുള്ളത്. ചില കോൺഗ്രസ് നേതാക്കൾ 1 ലക്ഷം രൂപ തരാമെന്ന് പറയുന്നു, ചിലർ 50,000 രൂപ തരാമെന്ന് പറയുന്നു, ചിലർ ഒരു പവന്റെ സ്വർണം തരാമെന്നാണ് പറയുന്നത്, ചിലർ കുഴിമന്തി വാങ്ങി തരാമെന്നുമാണ് പറയുന്നത്.